ഹലോ ഫ്രണ്ട്സ്, RJ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മസാല ദോശ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ്. ഇതിനാവശ്യമായ ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റേഷൻ പച്ചരിയോ ഉണ്ടപ്പച്ചരിയോ ഏത് വേണമെങ്കിലും. 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്ന്, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മുടെ ദോശ നല്ല മൊരിഞ്ഞ് വരാനും നല്ല കളർ കിട്ടുന്നതിനും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും. ഉഴുന്നും അരിയും നമുക്കൊരു 4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം 6 മണിക്കൂർ കുതിരാൻ വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. 6 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം അരച്ചെടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്നും ഉലുവയും പരിപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതേപോലെ തന്നെ പച്ചരിയും അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതും നമുക്ക് ഉഴുന്നിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അവലാണ്. അവൽ ഒരു പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ അവലരച്ചതും നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൈ കൊണ്ടൊരു 5-10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആവാനാണ്. ഇതൊരു 9 മണിക്കൂർ വരെ പൊങ്ങാൻ വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയുള്ള ചേരുവകളാണ്. 1 ഇടത്തരം സവാള, 2 പച്ചമുളക്, വേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായ ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം കുറച്ച് കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് നല്ലതുപോലെ ഫ്രൈ ആകുന്നത് വരെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് വഴറ്റാം. ഉഴുന്നിപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഈ ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് എടുത്തത് 3 ഉരുളക്കിഴങ്ങാണ് ഇടത്തരം. ഇത് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 9 മണിക്കൂറിന് ശേഷം നമ്മുടെ ദോശമാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായ ശേഷം 1/4 സ്പൂൺ മാവൊന്നൊഴിച്ച് പരത്തിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്രൈ ആവുന്നതിനനുസരിച്ച് ദോശയുടെ പുറത്തേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ചേർക്കാം. ചിലവർക്ക് എള്ളെണ്ണയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കില്ല. ഞാനിവിടെ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് ചേർക്കുമ്പോഴാണ് ശരിക്കും മസാല ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം.
ഇനി ഇന്നത് ദോശ നല്ലതുപോലെ മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മസാല ചേർക്കാം. ഉരുളക്കിഴങ്ങ് മസാല ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇപ്പോൾ ഈ മസാല ദോശ സെർവ് ചെയ്തിരിക്കുന്നത് ചമ്മന്തിയുടെ കൂടെയാണ്. നിങ്ങൾക്ക് സാമ്പാറിൻ്റെ കൂടെയും വിളമ്പാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. താങ്ക്